കായലിന് കുറുകെയുള്ള ഏറ്റവും വലിയൊരു പാലം യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ പര്യായമായി ഈ പദ്ധതിയെ കാണാനാകും. സാധ്യമാകുന്നത് പറയുകയും പറയുന്നത് നടപ്പിലാക്കുകയും ചെയ്യുന്ന സർക്കാരിൻ്റെ മറ്റൊരു പദ്ധതിയുടെ ഫലം കൂടിയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ഇത് എല്ലാ നിലയിലും നാടിന് സന്തോഷകരമാണ്. ഇനി വരാൻ വേണ്ടി പോകുന്ന LDF സർക്കാർ ആ കാര്യങ്ങൾ കൂടി വളരെ ഭംഗിയായി ചെയ്യും. എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണോ ഇനി ആവശ്യങ്ങൾ അതൊക്കെ തന്നെ നിറവേറ്റി മുന്നോട്ട് പോകും. ഇനി വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്ന LDF സർക്കാർ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും 2021 തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും പറഞ്ഞിരുന്നു, ഇനി അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്ന LDF സർക്കാർ ഈ പാലം പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. യാഥാർത്ഥ്യമാക്കി. അതുപോലെ ഇനി മറ്റാവശ്യങ്ങളും ഇനി വരാൻ വേണ്ടി പോകുന്ന സർക്കാർ. ടൂറിസം മന്ത്രി കൂടിയാണ്, അതുകൊണ്ട് ടൂറിസം മേഖലയിലും വലിയ വളർച്ച പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ കായലിന് കുറുകെയുള്ള വളരെ ദൈർഘ്യമേറിയ ഒരു പാലം എന്നുള്ള നിലയിൽ ഒരു പാലങ്ങളൊക്കെ ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറുകയാണല്ലോ. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറുകയാണ്. ഈ പാലം വികസനം ആഗ്രഹിക്കുന്ന കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ മനസ്സിലേക്ക് LDF സർക്കാർ ഒന്നുകൂടി കയറി ഇറങ്ങുന്ന പാലം കൂടിയാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. മാജിക്കാണ്, LDF മാജിക്കാണ്. നിശ്ചയദാർഢ്യത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരു കരുത്താണ് LDF. ആ കരുത്തിന്റെ ഭാഗമായി ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കുമോ ഇല്ലേ എന്ന് സംശയിക്കുന്ന പദ്ധതി പോലും നടപ്പിലാക്കുമെന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധിയും തട്ടിമാറ്റി നടപ്പിലാക്കുന്ന സർക്കാരിൻ്റെ പേരാണ് LDF സർക്കാർ. മുഖ്യമന്ത്രിയുടെ പേരാണ് ശ്രീ പിണറായി വിജയൻ എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നതാണ് ഈ പാലത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച യാഥാർത്ഥ്യം. കണ്ടില്ലേ, ജനങ്ങളുടെ ആകെ ഉള്ള ഒരു കൂട്ടായ്മ ഇതിലെല്ലാവരും ഉണ്ട്. 2021 LDF അധികാരത്തിൽ വരാൻ വേണ്ടി വോട്ട് ചെയ്തവരുണ്ട്, അധികാരത്തിൽ വരില്ല എന്ന് കരുതി വോട്ട് ചെയ്യാത്തവരുണ്ട്. പക്ഷെ എല്ലാവരും ഇവിടെ ഒന്നിക്കുകയാണ്, എല്ലാവരും ഒന്നിക്കുകയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. തീർച്ചയായിട്ടും LDF സർക്കാർ അല്ല 2021 അധികാരത്തിൽ വരാതിരുന്നതെങ്കിൽ മറ്റേതെങ്കിലും സർക്കാരാണെങ്കിൽ ഇങ്ങനെ ഇത് യാഥാർത്ഥ്യമായില്ലായിരുന്നു. അപ്പം തുടർഭരണം കൊണ്ട് എന്താണ് നേട്ടം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണത്. സാധാരണ മനുഷ്യർക്ക് ആശ്വാസമായി മാറുന്ന പാലം. ഇവിടെ മനുഷ്യർ രാത്രി പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ്. പുറത്ത് പോയി ധൈര്യത്തോടു കൂടി നാട്ടിലെ ജനങ്ങൾക്ക് സെക്കൻഡ് ഷോ കാണാം. സെക്കൻഡ് ഷോ കണ്ട് മടങ്ങാൻ വേണ്ടി പറ്റും. അതാണ് പ്രത്യേകത. നേരത്തെ പറ്റില്ലായിരുന്നു. അപ്പോൾ ഒരു നാടിനെ ലോകത്തേക്ക് കൊണ്ടുവരുന്ന പാലമാണ്.